പ്രേക്ഷകർ ഇപ്പോൾ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നിയമപരമായി മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല അതിൽ. പക്ഷെ അവർക്ക് ഫ്രീ ടു ഗോ. ആ കോടതിയുടെ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ഫയല് ഇനി തുറക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ആവശ്യം അങ്ങനെ പറയാം, അങ്ങനെയും പറയാം. രണ്ട് സൈഡിലും നമുക്ക് അത്രയല്ലേ, നമുക്ക് പറയുന്ന മൊഴി വെച്ചിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, മിനിറ്റ്സിലുള്ള ഡോക്യുമെൻറ്റ്സ് വരെ ഇതിലുണ്ട്. അപ്പോൾ മിനിറ്റ്സ് വെച്ചിട്ട് നോക്കിയ ഇതിലാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ വന്നത്. നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു, നമ്മളുടെ ഈ പ്രൊസീജിയർ. അപ്പോൾ ഈ റിപ്പോർട്ട് ഇനി നമുക്ക് കുറ്റം ഇത് മറ്റേ കംപ്ലയിൻറ്റ് തന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. പിന്നെ അവർ തീരുമാനിക്കും. അവർക്ക് വേണമെങ്കിൽ കോടതി പോവുകയോ ഫർദർ പ്രൊസീഡിങ്സ് നടത്തുകയോ ചെയ്യാം. അത് നമുക്കൊരു ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആസ് ആൻ ഓർഗനൈസേഷൻ ഞങ്ങളുടെ ഫൈൻഡിങ്സ് ഇതാണ്. ഇതിൽ ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നവർ പോലും ചില പരാതികൾ ഈ വിഷയത്തിലുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇത് റിപ്പോർട്ട് കണ്ട ശേഷം തൃപ്തരാണ്. അല്ല, ഞങ്ങൾ അവരെ അല്ല അത് ബോധ്യപ്പെടുത്തുക. ആദ്യമായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണെന്ന് അവതരിപ്പിച്ചത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇത് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മീഡിയയോട് ഇത് പറയുന്നത്. ഇനി ഇതിൽ ഇതിൽ ഭാഗഭാക്കായിട്ടുള്ള അല്ലെങ്കിൽ മൊഴി തന്നിട്ടുള്ള ആർക്കെങ്കിലും ഞങ്ങൾക്കിത് വീണ്ടും പരിശോധിക്കണം, ഞങ്ങൾക്ക് തൃപ്തരല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് വരികയാണെങ്കിൽ ദേ ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഈ റിപ്പോർട്ട് നമ്മൾ ഇസിൻ്റെ ഏത് മെമ്പറിനും വേണമെങ്കിൽ വായിക്കാം. വായിച്ചു കഴിഞ്ഞു ആക്ച്വലി. സീൽഡ് കവറിൽ മൊഴികളാണ്. ഇത് നമ്മൾ ഇനി ആർക്കും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഓൺലി ടു ദ മീഡിയ. പക്ഷേ ഇസിയിൽ വെച്ചിട്ട് മൊഴികളുടെ പേപ്പേഴ്സ് എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിലാണ് ഇത് സീൽ ചെയ്തത്. ഷോ 35 അല്ല 35. ശരി, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള മെമ്മറി കാർഡ് വിവാദത്തിലാണ് ഇപ്പോൾ ശ്വേത മേനോനും ജോയ് മാത്യുവും ഒക്കെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്വേഷണമൊക്കെ പൂർത്തിയായതായി ശ്വേത മേനോൻ പറയുന്നു. റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു, എല്ലാവരുടെയും മൊഴിയെടുത്തു. പുതിയ നേതൃത്വത്തിന്റെ ആദ്യ ദൗത്യം തന്നെ ഇതായിരുന്നു. കുക്കു പരമേശ്വരനെ നിലവിൽ കുറ്റവാളിയായി കാണുന്നില്ല. 11 പേരുടെ മൊഴിയാണ് എടുത്തത്. മിനിറ്റ്സ് ശേഖരിച്ചു. 5 അംഗ കമ്മിറ്റി അന്വേഷണം നടത്തി. മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. മെമ്മറി കാർഡ് KPAC ലളിതയുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്. അവർ മരിച്ചു പോയതുകൊണ്ട് അന്വേഷണം അവിടെ അവസാനിപ്പിച്ചു. KPAC ലളിതയ്ക്ക് കുക്കു പരമേശ്വരൻ മെമ്മറി കാർഡ് കൈമാറി. മുൻ തിരഞ്ഞെടുപ്പിൽ ഒന്നും വരാത്ത വിഷയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്വേത. ഒപ്പം തന്നെ ശ്വേത പറഞ്ഞു വയ്ക്കുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ശ്വേത പറഞ്ഞു വയ്ക്കുന്നു.